കേരളത്തിൽ ബലിതർപ്പണത്തിലൂടെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലുവ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന് മുന്നിലുള്ള മണപ്പുറം ശിവരാത്രി ആഘോഷങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ്. വർഷം തോറും ശിവരാത്രി നാളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പെരിയാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് ചരിത്രപരമായും ഐതിഹ്യപരമായും പ്രത്യേകതകളേറെയാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജടായുവിന് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത് ആലുവ ശിവക്ഷേത്രത്തിലാണെന്നാണ് ഐതിഹ്യം. വില്യമംഗലം സ്വാമികൾ അനന്തൻകാട് അന്വേഷിച്ചു പോകുന്ന വഴി ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും സ്വാമി മുട്ടുകുത്തി വന്ന് ഭഗവാന്റെ വിഗ്രഹം കണ്ടെത്തിയെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് ത്രേതായുഗത്തോളം പഴക്കമുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ ജടായുവിൻ്റെ ശേഷക്രിയ ചെയ്ത് വിളിച്ചിട്ടാണ് പറയുന്നത്. ആ സമയത്താണ് ഭഗവാൻ സ്വയംഭൂവായിട്ട് ആവിർഭവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ ബലികർമാദികൾക്ക് പ്രാധാന്യം കൂടുതൽ. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ശിവലിംഗം തന്നെയാണ്. അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള മണപ്പുറത്താണ്. ഇതിനാലാണ് ആലുവ മണപ്പുറം ഇത്രയും പവിത്രമായി കരുതുന്നത്. ആലുവ മണപ്പുറത്ത് ബലിയർപ്പിച്ചാൽ മരിച്ചവർക്ക് മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. ശിവരാത്രിക്ക് പുറമെ കർക്കിടക വാവിലും ഇവിടെ ധാരാളം ഭക്തർ ബലിയിടാൻ വരാറുണ്ട്. ധനുമാസത്തിലെ തിരുവാതിരയാണ് മറ്റൊരു പ്രധാന ആഘോഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ശിവരാത്രി ബലിതർപ്പണത്തിലൂടെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആലുവ മണപ്പുറം. പെരിയാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്.